ഓക്കെ ഗൈസ്, കുറേ ലേറ്റായി പോയി എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ എണീറ്റ് പല്ലും തേച്ച് ചോറ് കഴിച്ചിട്ടാ. സമയം ഉച്ചയായി, നല്ലോണം ലേറ്റായി പോയി എണീക്കാൻ. അയ്യോ, വന്നിട്ട് 2 ദിവസമായി ഗൈസ്. എനിക്ക് 2 ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നുമില്ല, എടുക്കാൻ പറ്റിയില്ല. സോ നമുക്ക് അമ്മേനെ പരിചയപ്പെടാം ഗൈസ്. ഓക്കെ, അമ്മക്ക് മിനിങ്ങാണ്ടൊന്നും വീഡിയോയിൽ വരാൻ പറ്റൂല. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എടുക്കണ്ട. സോ അപ്പോൾ എന്തായാലും ഞാനിന്ന് മംഗലാപുരം പോവാണ് ഗൈസ്. അവിടെ പോയിട്ട് അടുത്ത പരിപാടി നോക്കാനാണ്, പയ്യൊന്നുമില്ലല്ലോ. സോ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും അമ്മേനെ കാണിക്കാം ഗൈസ്. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു. പക്ഷെ ഒരു പണി കിട്ടി ഗൈസ്. ഷർട്ട് ഇട്ടപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഭയങ്കര ആഗ്രഹത്തിൽ ഇട്ടതാ ഗൈസ്. എന്താ പറയാ, കുറെ നാളൊക്കെ ഇട്ടതായി ഷർട്ട്. പോയി ഞാൻ ഇത് മാറ്റിയിട്ടില്ല ഗൈസ് എന്തായാലും. ഓക്കെ ഗൈസ്, അങ്ങനെ മാറ്റി. ഇത് കൊള്ളാല്ലേ? അപ്പോൾ ഇനി കുളിച്ചതാണ് ഗൈസ്. അപ്പോൾ ഇനി മുടിയൊക്കെ അരച്ചിട്ട് അമ്മേനെ കണ്ടിട്ട് അമ്മേനോട് ടാറ്റ വാങ്ങിട്ട് നേരെ മംഗലാപുരം പോകും ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്. അമ്മേന്റെ ബ്ലോഗെല്ലാം കാണില്ല അമ്മേ? ഇങ്ങോട്ട് നോക്ക്, ചിരിക്കറ. അമ്മേനെ ചിരിയാതെ കാണണ്ടേ? എന്റെ ബ്ലോഗെല്ലാം എങ്ങനെയുണ്ട് അമ്മ? അടിപൊളി, സൂപ്പർ. ചിരിക്ക്. ഇതാണ് എന്റെ അമ്മ. ഓക്കെ, പോയിട്ടിരുന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അമ്മയോട് ടാറ്റ ബൈ ബൈ ആർട്ട് ഇറങ്ങി ഗൈസ്. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഗൈസ്. ഓക്കെ, ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഗൈസ്. ഭയങ്കര ചൂടുണ്ട് മക്കളെ, നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. മാതിരി ചൂട്, വെയിൽ. ഗായ്സ്, അപ്പോൾ സ്റ്റേഷനിലെത്തി ഗായ്സ്. ടിക്കറ്റ് കൊടുത്തിട്ട് മുമ്പിൽ വന്നിട്ട് ഇരുന്നു ഗായ്സ്. ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ട്രെയിൻ വരാൻ പറ്റിയിട്ട് ഒരു 10-20 മിനിറ്റ് കിട്ടും ഗായ്സ്. അപ്പം എന്തായാലും ട്രെയിൻ വരാം. ഇപ്പോൾ നല്ല തിരക്കുണ്ടെന്നാ തോന്നാക്കി അങ്ങനെ എല്ലാവരും എത്തി കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് നേരെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം. ഇപ്പോഴും ഗൈസ് ഒരു ഐഡിയ ഉണ്ടാക്കിയാടാന്ന് ഞാൻ പുറത്തേക്ക് ഇറക്കാം. എല്ലായിടത്തേക്ക് പോകുമ്പോഴും ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കില്ല. ഇങ്ങനെ ഇറങ്ങും, പോകും, ആരെങ്കിലുമൊക്കെ കിട്ടും, ആ ഒരു രീതിയിലാണ് പോകും. ഇന്നും അങ്ങനെ തന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, എപ്പോൾ നമ്മൾ എന്ത് പ്ലാനാക്കിയിട്ട് ആയാലും അവസാനം അത് നടക്കാണ്ടാവുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ജീവിതത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ആയി ചെറിയ ആയി ഞാൻ പ്ലാനാക്കിയിട്ട് ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടെങ്കിൽ സങ്കടമാവും. സോ അതുകൊണ്ടൊരു പ്ലാൻ ഇല്ലാത്ത ലൈഫ്. അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഇനി എന്താ ചെയ്യാമെന്നൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചേട്ടെ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലാം. ഓക്കെ, അവൻ്റെ അടുത്ത് എത്തിയിട്ട് അടുത്ത പരിപാടി നോക്കാം. ഓക്കെ ഗൈസ്, ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പൈസ ഗൈസ്. എൻ്റെ ജൂനിയറാണ് ഗൈസ്. ഇതും എൻ്റെ ജൂനിയറാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ കാണാൻ പോവാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ട് വരാം. ആരാണ് സർപ്രൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ പഠിച്ച കോളേജിന്റെ അടുത്താണ് ഗൈസ്. കോളേജ് ഒന്നും പറയാൻ പറ്റില്ല, ടവർ. ഇത് ദൂരത്ത് കാണുന്നതാണ് ലോഡ്ജ് എന്ന് പറയാം. കളിയാക്കല്ല, എന്നാലും പറയാം ഗൈസ്. കാണിച്ചാരാ എന്റെ കോളേജ് മൊത്തം കാണിച്ചാരാ. മൊത്തം കാണിക്കാനോ ഒന്നുമില്ല. ലോഡ്ജ് കാണിച്ചാരാ. ഹോളിയൊക്കെ ഗൈസ്, ഇവരിപ്പോഴും പഠിക്കുന്ന കുട്ടിയോടെ എന്നിട്ട് പോകാൻ പറയുന്ന ലോഡ്ജ്. എന്റെ ലോഡ്ജ് ശരിയായാലും ലോഡ്ജിൽ സംബന്ധിച്ചാ പോകുന്നത് ഉറങ്ങാൻ വേണ്ടി. അതുപോലെ എവിടെയും കോളേജിൽ പോകുന്നത് ഉറങ്ങാൻ വേണ്ടിയാ. കാണാനും ലോഡ്ജ്. പുതിയ കോളേജ് ഉണ്ട് ഗൈസ്. പുതിയ ബിൽഡിങ്ങും ഏകദേശം ലോഡ്ജൊക്കെ പോലെ തന്നെയാണ്. വലിയ വ്യത്യാസം നിനക്ക് തോന്നിയിട്ടില്ല ഗൈസ്. ഓക്കെ, ഇതാണ് പുതിയ ബിൽഡിംഗ്. ഓക്കെ, ശ്രീദേവി എഡ്യൂക്കേഷൻ ട്രസ്റ്റ്.
ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലാനൊക്കെ മൊത്തത്തില് മൂഞ്ചി ഒരുമാതിരി വള്ളി പിടിച്ച പോലെ ആയി പോയ അവസാനം അത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത പ്ലാൻ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരെ ഡിമാർട്ടിൽ പോവാണ്. എവിടെയാണ്? ഭാരത് മാള്. ഓക്കെ, ആടെ പോവാണ്. ആടെ പോയിട്ട് നമുക്ക് ആടുള്ള വിശേഷം നോക്കാം. അതിന്റെ ഇടയിൽ നമ്മളെ സർപ്രൈസ് ആയിട്ട് വ്യക്തി വരും. വരുന്നാ തോന്നുന്നു. കുറെ സമയം വെയിറ്റ് ആക്കുന്നത് കാണുന്നില്ല അവള്. വരട്ടെ. ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഭാരത് മാളിലെത്തി ഗൈസ്. പണി നടന്നോണ്ടിരിക്കുക. ഫുള്ള് അപ്ഡേറ്റിംഗ് ആണ് എല്ലാവർക്കും ഗൈസ്. ഉള്ളിലേക്ക് പോവാൻ ഗൈസ്. പക്ഷെ അതിനായിട്ട് മുന്നേ ഒരാൾ വരാൻ വേണ്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല ഗൈസ്, ഞാൻ പറയാം. മടുത്തുപോയി. ഞാൻ കഴിഞ്ഞ വ്ളോഗിന് കാണിക്കാന്ന് പറഞ്ഞാൽ അനിയത്തി ഇല്ലേ ലച്ചു, അവള് വരുന്നു പറഞ്ഞു. അവളെ വെയിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇടാം. സമയം രാത്രി ആയിക്കൊണ്ടിരുന്നു ഗൈസ്. ഇരുട്ടായത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പണ്ടാരടങ്ങി. 5 മണിയാകുമ്പോ തുടങ്ങിയതാ. എന്തായാലും അവള് വന്നിട്ട് ഞാൻ വരാം ഗൈസ്. എന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ. ഓക്കെ ഗൈസ്, അപ്പൊ തേടി നടന്നാണ് തിരിച്ചെത്തിയ ഗൈസ്. അല്ല, ഇവിടെ എത്തി. വെയിറ്റ് ചെയ്ത് പണ്ടാരടങ്ങി. ഇരുട്ടായി. എടാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വാ. എത്തി ഗൈസ്. ദിസ് ഈസ് ലച്ചു. ഓക്കെ, എന്റെ വകയിലൊരു അനിയത്തി. കൊറേ പോസ്റ്റ് ആക്കി. ഞാൻ പോസ്റ്റ് ആയി പോയി. നിന്റെ കുറ്റം. ഓക്കെ ഗൈസ്, നമ്മ എന്തായാലും ഉള്ളിൽ കയറട്ടെ. ഓക്കെ ലച്ചു, പറ അഭിപ്രായം പറ എന്റെ ബ്ലോഗിനെ കുറിച്ച്. എന്നോട് പറ. കോട്ടെ ഗൈസ്, ആർക്കും എന്നെ തളർത്താൻ പറ്റില്ല. അങ്ങനെ ഇവളെന്നല്ല, ഇവളെ അപ്പുറത്തെ അറ്റം വന്നാലും ഇതിലൂടെ കയറി മുകളിലേക്ക് പോയാലോ? ഇവളോ 2 പീസ് വാങ്ങി തരും. നിന്നെ കൊണ്ട് പറ്റുമോ? ധോനി കിട്ടി ഗൈസ്. എന്തായാലും ഫുള്ള് കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവള് സെറ്റ് ആവൂല ഒരു ചെക്കനായിട്ട്. ഉറപ്പായിട്ട് ആവും. നിനക്ക് ഞാനിന് പെണ്ണിരുന്നേ. അല്ല, ഇവക്കാരി പെണ്ണു കൊടുക്കുന്നതെന്ന്. പെണ്ണോ? പെണ്ണാ നമ്മില്ല. നേരെ ഡെക്കാത്തോ. എവിടെ പോകുന്നു? ഡെക്കാത്തിലോ? ഓക്കെ ഗൈസ്, നമുക്കപ്പൊ ഡെക്കാത്തോണ്ട് പോയിട്ട് അതിന്റെ ഉള്ളിലുള്ള പരിപാടിയൊക്കെ ഗൈസ്. ഇതേ അവിടെ വിദൂരങ്ങളിൽ നമുക്ക് എന്താ കാണുന്നത് മനസ്സിലായി ഗൈസ്. എനക്ക് വന്ന ഡെക്കാത്തോണ്ട് ഗൈസ്. എല്ലാം വേറെ തന്നെ. ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം കൂടി പറയാം. ഉള്ളിൽ കയറി ഗൈസ്. മൊത്തത്തില് ശാന്തത. എടുക്കാൻ തന്നെ ഒരു മാനത. ഇവിടെ ഋത്തിക് റോഷൻ. എന്താണ് എനിക്ക് ആ ഒരു ചാലഞ്ച് വരട്ടെ. പറ്റുന്നാണെങ്കിൽ എടാ, എന്ത് ചാലഞ്ച് കൊടുക്കും? ചാലഞ്ചോ? മറ്റേ സ്കേറ്റിംഗ്. പോട്ടെ ഇങ്ങോട്ടോ. നീ അതിന്റെ അകത്ത് പോയിട്ടിരിക്കും. കാര്യം ഞാൻ പറയാം. എനിക്ക് എന്താ വേണ്ടേ മറ്റു പുറത്തുനിന്നാണ്. ഓക്കെ ഗോ. പാനിപ്പൂരി വാങ്ങിച്ചത്. ചെരുപ്പൊന്നും വരണ്ട, പോയിട്ട് കയറിക്കോ. ഇത് ഉള്ളിൽ കയറാൻ പറ്റുന്ന തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പാനിപ്പൂരി എന്തായാലും പോയിട്ടെടുക്കും. ആരോ വായി നോക്കിട്ട് അടിയോ പോയിട്ടുണ്ടായിരുന്നു. കിട്ടി. ആരെ ഔട്ടായാല് ഇവള് പറയുന്നത് ഞാൻ കേൾക്കും ഗൈസ്. ഇവിടെ ഔട്ടായാലും ഞാൻ പറയുന്നത് ഇവിടെ വെക്കും. ഓക്കെ ചാലഞ്ച് പറ. എന്തായാലും പോയില്ലേ? ഇപ്പൊ ചെയ്യാം. ഓക്കെ എന്തായാലും ചെയ്യും. അർച്ചൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എവിടെ വരാവും കാര്യങ്ങളെന്ന്.
വലുത് മതിയില്ലേ? വലുത് വേണം, വലുത് സൈസിന് പറ്റിയ വേണം. ഞാൻ പോലും വിചാരിച്ചില്ല ലൈവ് ചെയ്യുന്നു. സിമ്പിളാണ്, സിമ്പിൾ. നമുക്ക് ഇതെല്ലാം സിമ്പിൾ ലക്ഷം പറ്റിയ സാധനം കാണിച്ചിട്ടെ ഞാൻ. എന്താ ഇവിടെ ചെറിയ കുട്ടി നിന്നെ കൊണ്ട് പറ്റിയില്ലേ? എനിക്ക് പറ്റിയ സാധനമല്ല. ആടെ നലമ്പൂരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിച്ചു. ഇനി അടുത്ത പരിപാടി പുറത്തിറങ്ങിയ പുറത്താക്കിന്നറാ അങ്ങനെ പറയാ. ഓക്കെ കഴിച്ചു. നമുക്ക് പാനിപ്പൂരി ആണെന്ന് പറഞ്ഞു. അപ്പൊ പാനിപ്പൂരി കഴിച്ചിട്ട് വരാം. ഓക്കെ, എനക്കും വേണം, എനക്കും ആഗ്രഹം പാനിപ്പൂരി കഴിക്കാൻ. കഴിച്ചിട്ടുണ്ട്, കഴിക്കണം, ഇനിയും കഴിക്കണം. ഗൈസ് നമ്മ അങ്ങനെ ലച്ചുവിന് പാനിപ്പൂരി വാങ്ങി കൊടുക്കാൻ പോവാണ്. ലച്ചു ഇവക്ക് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ മംഗലാപുരത്ത് പുതിയതായിട്ട് തുടങ്ങിയൊരു സാധനം കണ്ടു. ഇപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത്. എന്താ ദിസ്? ഇത് മാംഗ്ലൂരിലത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന പ്ലേസ്. ബെസ്റ്റ് ആണോ? ബെസ്റ്റ്. ഓ, ബെസ്റ്റ് എന്നാ ഗൈസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനും ലച്ചുവും വൈശാഖും കൂടിയിട്ട് വെറുതെ ഇതിന്റെ അകത്ത് കേറാൻ പോവാ ഗൈസ്. ഓക്കെ, കേറിയിട്ട് വരാം. ഇവിടെയാണ് ഗൈസ്. ഗൈസ് രണ്ടും കൽപ്പിച്ച് ഞാൻ കേറാൻ പോവാ ഗൈസ്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തായാലും ഇതിന്റെ അകത്ത് കണ്ടിട്ട് എനിക്കിനി വേറൊരു പരിപാടി ഇല്ല ഗൈസ്. എന്തായാലും ഞാൻ കേറാൻ പോവാണ് ഗൈസ്. ഇത്ര ലോക്കൽ സെറ്റപ്പ്. പേരെന്താന്ന്? അതെ. എന്തായാലും പുറത്തുനിന്ന് കാണാൻ കൊള്ളാം ഗൈസ്. ഞാൻ എന്തായാലും ഇതിന്റെ അകത്ത് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും അപ്പൊ ചോദിച്ചിട്ട് തന്നെ അതിനുള്ള എടുക്കാന്ന് വിചാരിച്ചു. വെറുതെ തള്ളി മറിച്ച് യൂട്യൂബ് മലയാളം അറിയില്ലല്ലോ. എന്നാലും ചോദിച്ചിട്ട് എന്തായാലും ഞാൻ അകത്ത് കയറി കാണിച്ചിട്ട് ഗൈസ്. ഓക്കെ, അതെ, ഇതാണ് എൻട്രൻസ് ഗൈസ്. അപ്പൊ എന്തായാലും സക്സസ് ഗൈസ്. ഞാൻ എന്തായാലും കയറും. ഒരു മിനിറ്റ് ഇപ്പൊ വരാം ഗൈസ്. ഇവിടെ വന്നിരുന്നിട്ട് ടെൻഷനായി ഗൈസ്. ഞാനത്ര യൂട്യൂബർ ഒന്നുമല്ലല്ലോ. ഞാനിപ്പോ ഓർഡറോടൊക്കെ ചോദിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ എത്തിച്ചിട്ട് ഗൈസ് എന്താ ചെയ്യാ ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വലിയ യൂട്യൂബറാന്ന് ഇവര് വിചാരിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഞാൻ വലിയ യൂട്യൂബറാണ്. ഇവരെന്നോട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ആ ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ വലിയ യൂട്യൂബറാന്ന് വിചാരിച്ചു ഗൈസ്. എന്തായാലും ഉള്ളിൽ ഞാൻ കാണിച്ചത് വെറുതെ ഞാൻ മാത്രം ജസ്റ്റ് കാണിച്ചെടുത്താൽ പറഞ്ഞേ. നല്ല ഓണറാ ഗൈസ്, നല്ല ഓണർ. എന്തായാലും ഉള്ളിൽ കയറാം ഗൈസ്. ഓക്കെ, ആംബിയൻസ് ആണ് കൗണ്ടർ ഗൈസ്. എങ്ങനെയാണ് കൗണ്ടർ കൊള്ളാം ഗൈസ്. സിറ്റിംഗ് ഒരു അത്യാവശ്യം കുറെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് ആണ് ഗൈസ്. ഓക്കെ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞാൻ യൂട്യൂബർ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാരും എന്നെ നോക്കുന്നത് സത്യം. എല്ലാരും എന്നെ നോക്കുന്നടി. കൊറേ ആക്കി ഇരിക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് വിട്ട് കളിച്ചൂടെ. നമ്മള് കുറച്ച് ഗത്തില് നമ്മളൊരു വലിയ യൂട്യൂബറാന്നുള്ള രീതിയിൽ മാറ്റണം. അവർക്ക് എന്താ പറയാ. ഓക്കെ ഗൈസ്, അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കൊള്ളാം, അടിപൊളി. നമുക്ക് നൈസായിട്ട് തെറിച്ചാലോ ഭക്ഷണം ചെയ്തിട്ട് വീഡിയോ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടുന്ന് ഇത് എടുത്തോടുക്കുമ്പോ ഒരെടുത്ത് അതെടുക്ക് ഇതെടുക്കുന്നെല്ലാം പറയുന്നു ഗൈസ്. എന്താ പറയാ, അടിപൊളി ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാതെ ഗൈസ്. എന്താ പറഞ്ഞാൽ ആംബിയൻസ് കൊള്ളാം ഗൈസ്. കൊള്ളാം, അടിപൊളി. ഇവിടെ ഉള്ളിൽ കയറുമ്പോ തന്നെ ഇവിടെ സാധനം കിട്ടുന്നുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഗൈസ്. അപ്പൊ അവരത് AC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തൊന്ന് നോക്കിയോളൂ ഗൈസ്. ഇത് പണ്ടത്തെ ഏതോ വീട് പോലെ ഉണ്ട് ഗൈസ്. എന്താണ് തറവാടോ? തറവാട് അങ്ങനല്ല, ഓരോ ജാതിക്കാർക്ക് ഓരോ തറവാട് ഉണ്ടാവില്ല. ഞാൻ അത് നോക്കുക ഒരു ഫീലാണ് എനിക്ക്. ഈ പഴയ മലയാള സിനിമയിലൊക്കെ കാണാം, പഴയ സിനിമ. അത് ഗൈസ് എന്നിന്റെ മൊയ്തീനിലൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഗൈസ്. പണ്ടത്തെ ഒരു സിനിമന്റെ ഒരു ഇതുപോലെ വൈബുണ്ട്.
ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ആ ബിൽഡിംഗ് പണ്ടത്തെ ഗണേഷ് ബീഡ് എന്താ ഗണേഷ് ഗണേഷ് ബീഡ് ഓക്കെ അങ്ങനെ എന്തോ പറഞ്ഞൊരാള്. ഗണേഷ് ബീഡി അല്ല ഗണേഷ് ബീഡി അതൊരു ബീഡിന്റെ കമ്പനിയാണ് പൊട്ട അതിനല്ലേ ഞാൻ പറഞ്ഞ ഗണേഷ് പൊട്ട ബീഡിന്ന്. അത് ബീഡിന്റെ നീയല്ലേ കമ്പനിയാ അറിയില്ലാന്ന് പറഞ്ഞേ. നിനക്ക് അറിഞ്ഞായിരുന്നോ? ഞാനേതോ തറവാടെന്ന് വെച്ചാൽ ഓക്കെ ഗൈസ് അതേതോ പണ്ടത്തെ ബീഡിന്റെ കമ്പനി ആയിരുന്നു ഗൈസ്. അപ്പൊ അവരതിനെ റിന്യൂട്ട് ചെയ്തിട്ട് കമ്പനിയല്ല ഗണേഷ് ബീഡി. അത് AC room ആക്കും. വീടായിരുന്നു ഗണേഷ് ബീഡി. അതൊരാ എന്തേലും ആവട്ടെ പോയെ അതെന്തേലും ആവട്ടെ ഗൈസ്. അതെന്തായാലും അവരിപ്പോ അത് AC ഡൈനിങ് ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ബാക്കിയൊക്കെ എന്നാലും അടിപൊളിയാ. എന്നാലും ഗൈസ് ഇവരില്ലേ എന്നെ വലിയ യൂട്യൂബറാന്നൊക്കെ വിചാരിച്ചു ഗൈസ്. ഉള്ളിൽ കയറി ചെന്നപ്പോഴത്തേക്കും യൂട്യൂബറാ എല്ലാരും എന്നെ നോക്കുന്ന എന്റെ പടച്ചോനെ എനക്ക് കഴിയുന്നില്ല. എനിക്ക് എക്സൈറ്റഡ് ആയിട്ടില്ലേ. അടിപൊളിയായി കാണാൻ കഴിച്ചു. ഞാൻ എന്തായാലും പുറത്തിറങ്ങട്ടെ ഇവിടുന്ന്. ഓക്കെ ഗൈസ് ഇവിടെ ഒരാള് ഭയങ്കര പൊന്തിട്ട് കണ്ടോ. അവർക്കൊന്നും അറിയില്ലല്ലോ യൂട്യൂബ് ബ്ലോഗറാണോ എന്താണെന്ന്. യൂട്യൂബ് ബ്ലോഗറാണോ വെച്ചപ്പോഴത്തേക്കും ഞാൻ പൊങ്ങി എയറിലെത്തി ഗൈസ്. അങ്ങനെ പറയാം. ഇവിടെ ഇതെല്ലാം കളിയാക്കാനും കഥയെ പറ്റി നമുക്കെല്ലാരും വർഷമൊന്നും അല്ലാതെ 118 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്നിട്ട് യൂട്യൂബറാണോ പറയുമ്പോ എന്തൊരു തളർത്താണ് ഗൈസ്. ഞാൻ തളരൂല കണ്ടറിയാം. ആ നോക്കാം ഗൈസ്. എന്തായാലും ഇവിടെ എന്നെ തളർത്തി ഇവിടം വരെ എത്തിച്ചു. അങ്ങനെ ഞാൻ ലച്ചു തളർത്തിയിട്ടൊന്നും അങ്ങനെ ലച്ചു പോവാണ് ഗൈസ്. ലച്ചു പോവല്ലേ. ഞാൻ ഇവിടെ എന്തായാലും കൊണ്ടാക്കിയിട്ട് ഞാൻ ഇത് വൈബൻ സമയത്തെ കാലായി. പീച്ചിൽ കയറുന്ന സമയമായി ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ് അങ്ങനെ ലച്ചു നമ്മള് ഇന്ന് വിട പറയുകയാണ് നമ്മളെ കയ്യിൽ നിന്ന്. അല്ല ലച്ചു സങ്കടമായോ? ഇവിടെ കരയല്ലേ? ഓക്കെ ഗൈസ് ലച്ചു അങ്ങനെ പോവാന്ന് ഗൈസ്. എന്നിട്ട് നമുക്ക് ഞാൻ പിന്നെ വൈൻഡ് അപ്പ് ഒക്കെയാണ് എന്തായാലും. ലച്ചു എന്താ പറയുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യം മറ്റേ കേറിയപ്പോ കുറച്ചൊരു ഇതായി. അത് ഡെക്കാറ്റന് കേറിയിട്ട് പിന്നെ ആൾക്കാരെല്ലാം ഒരുമാതിരി നോട്ട്. പിന്നെ അവിടുന്ന് സ്ഥലത്ത് പിന്നെ അടുത്ത സ്ഥലത്ത് കയറിയപ്പോ ഞാനടക്കം ഓണായി ഗൈസ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ് ആയിപ്പോയി. നീ ഒരിക്കലും വിചാരിക്കാതെ കയ്യിലേക്ക് ആയിപ്പോയി ഗൈസ്. എന്താ പറയാ ഞാൻ ഓക്കെ ഹാപ്പി. അതെന്തുകൊണ്ടാ അങ്ങ് എയറിലെത്തിച്ചു അതുകൊണ്ടാ. അതെ ഗൈസ്. ഗൈസ് ഇത് എന്റെ കോളേജ് ശ്രീദേവി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്. അതെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സെറ്റാക്കി തരാം. അഡ്മിഷനല്ല എന്നെ മാത്രം വിളിച്ചാൽ മതി. സെറ്റാക്കി തരാം ഗൈസ്. ഇവളെ വിളിച്ചാല് ഇവളെ എന്നെയായിരിക്കും വിളിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി ആദ്യം. ഓക്കെ ഞാനാണ് ഇവിടെ പഠിച്ച ആദ്യം 3 കൊല്ലം മുന്നേ. അത് അർഷനെ വിളിച്ച അർഷ എന്നെയായിരിക്കും വിളിക്കുന്നത്. അപ്പൊ എന്നെ വിളിക്കുന്നത് നല്ലത്. ഇല്ല ഗൈസ് ഞാൻ അവസാനം. എന്നെ വിളിച്ചാൽ മതി. എന്തായാലും ഗൈസ് ഞാനും കൂടി പഠിച്ച കോളേജായിട്ട്. ഓക്കെ അതുകൊണ്ടാ കോളേജ് പഠിച്ചിറങ്ങിയപ്പോ ഡെവലപ്ഡ് ആയി കോളേജ്. ഓ അതെ സ്കൂളുകൾ പഠിച്ചപ്പോ ലോഡ്ജ്. ഓക്കെ ഗൈസ് ഇവള് എന്തായാലും പോവാണ്. ബൈ ടാറ്റ. നീ എന്തായാലും പോവല്ലേ? ടാറ്റ പറ. ഓക്കെ ഗൈസ് അപ്പോ വേറെ പരിപാടി ഒന്നുമില്ല. റൂമിൽ പോന്ന് ഇവന്റെ റൂമിൽ പോന്ന് ഗൈസ്. ഇവന്റെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് രാത്രി എന്താ പരിപാടി എന്നറിയില്ല. പക്ഷെ എന്റെ റൂമിൽ നിന്നൊക്കെ പറയാം. പക്ഷെ രാത്രി എന്ത് പരിപാടി എന്നൊന്നും അറിയില്ല. സോ റൂമിൽ പോന്ന് ഗൈസ്. സോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്താണ് ഗൈസ്. ബൈ ഗൈസ്. ബൈ ഗൈസ്. അടുത്ത നല്ല വ്ളോഗിൽ പിന്നെയും കാണാം. ബൈ. ബൈ.